യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനെ ചൊല്ലി തർക്കം രൂക്ഷം. നിലവിൽ ഭാരവാഹികളല്ലാതെ പുറത്തുനിന്ന് അധ്യക്ഷൻ വന്നാൽ കടുത്ത നിലപാടിലേക്ക് പോകും എന്നാണ് അബിൻ വർക്കിയുടെ ഭീഷണി. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് 4 ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ 40 സംസ്ഥാന ഭാരവാഹികൾ AICCക്ക് കത്തയച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കിയാണെന്ന പ്രചാരണം രാഹുൽ പക്ഷക്കാർ സജീവമാക്കുന്നുണ്ട്. ബിനു ചുള്ളിയലിനായി KC വേണുഗോപാൽ പക്ഷം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഈ നോമിനികളെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ. അതിനുവേണ്ടിയുള്ള ചരടുവലികളും സജീവമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ അബിൻ വർക്കി ഒരു ഭീഷണി മുഴക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ആളാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ നിന്ന് മാറി പുറത്തു നിന്നൊരാളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ രാജിവെക്കും എന്നുള്ള ഭീഷണി കൂടി മുഴക്കുന്നുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ചർച്ചകൾ എങ്ങനെയാണ് സലീം? റീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനായിരുന്നു ആദ്യം ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് സാധ്യമാവില്ല എന്നൊരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം വലിയ തർക്കമാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായൊരു തർക്കം മാത്രമായിരുന്നു ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ആ തർക്കത്തിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടുകൂടി വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യക്ഷ പ്രഖ്യാപനം ഉൾപ്പെടെ നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞത് ഒരാഴ്ചയിലധികം എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ അബിൻ വർക്കിയുടെ ഭാഗത്ത് നിന്നാണ് വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം നിലവിൽ വന്നിരിക്കുന്നത്. കാരണം അബിൻ വർക്കി സ്വാഭാവിക നീതിയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തായ ആളാണ്. അതുകൊണ്ട് തന്നെ ആ സ്വാഭാവിക നീതിയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, സംഘടനയിൽ ഭാരവാഹിയല്ലാത്ത ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അധ്യക്ഷനാക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരുപക്ഷേ കൂടുതൽ ഭാരവാഹികളടക്കം രാജിവെക്കാനുള്ള ഭീഷണി പോലും മുഴക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ 4 ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ 40 സംസ്ഥാന ഭാരവാഹികൾ അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഇതിനോടകം കത്തയച്ചു കഴിഞ്ഞു. അതിനിടയിൽ അബിൻ വർക്കിക്കെതിരായി ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലും പാർട്ടിയിലെ രഹസ്യങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് പിന്നിലും അബിൻ വർക്കിയാണ് എന്നുള്ളതാണ് ആ വിഭാഗം ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്ന് ഐ ഗ്രൂപ്പ് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ അബിൻ വർക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് ഐ ഗ്രൂപ്പിൻ്റെ വാദം. അതിനിടയിലാണ് KC വേണുഗോപാൽ ബിനു ചുള്ളിയിലിനായി സമ്മർദ്ദം ശക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ തർക്കം നീണ്ടുപോവുകയാണെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന നിലയിൽ ബിനു ചുള്ളിയിലിനെ പരിഗണിക്കാമെന്ന് ഒരാലോചന ഇതിനോടകം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനും സംസ്ഥാന നേതൃത്വം വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തർക്കം അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ബിനു ചുള്ളിയിലിനെതിരെ പ്രധാനമായും ഉയരുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഭാരവാഹിയാവുകയോ ചെയ്ത ആളല്ല നിലവിൽ. അതുകൊണ്ട് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിവിധ വോട്ടുകൾ നേടി വന്നവർക്ക് മുൻപിൽ ഒരു വോട്ട് പോലും നേടാതെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ വരുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് ബിനു ചുള്ളിയിലിനെ എതിർക്കുന്നവരുടെ വാദം. അതിനിടയിൽ KM അഭിജിത്തിനായി ഒരു വലിയ വിഭാഗം തന്നെ രംഗത്തുണ്ട്. മുൻപ് ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന A ഗ്രൂപ്പ് വിഭാഗമാണ് KM അഭിജിത്തിനെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന വാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.